വൈദ്യുതി ബോർഡിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിയ തീരുമാനമാണ് വൈദ്യുതി ബോർഡും സർക്കാരും ചേർന്നെടുത്തത്. 2014 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ 25 വർഷക്കാലത്തേക്കുള്ളൊരു കരാറുണ്ടാക്കി. ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി മേടിക്കാനുള്ള കരാറാണ് ഉണ്ടാക്കിയത്. അത് 9 കൊല്ലം 2023 വരെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും തുടർന്ന് വന്ന പിണറായി ഗവൺമെൻറ്റും ഈ 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചു. 2023 9 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതുപോലെ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ഗൂഢാലോചന നടത്തി ആ കരാർ റദ്ദാക്കി. ആ കരാർ റദ്ദാക്കിയതിന് ശേഷം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നത് 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ വാങ്ങിക്കുന്നത് 8 രൂപ മുതൽ 12 രൂപ വരെയാണ്. 3 ഇരട്ടി പൈസയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുക. ഡെയിലി 10-15 കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരിക്കുന്ന നഷ്ടം 2000 കോടി രൂപയിൽ അധികമായി. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളെല്ലാം ഇത് പുറത്തു പറഞ്ഞു തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഇത് പുനഃസ്ഥാപിച്ചു. ഇത് പുനഃസ്ഥാപിച്ചപ്പോൾ നേരത്തെ എഗ്രിമെന്റ് ഉണ്ടാക്കിയ കമ്പനികൾ പറഞ്ഞു ഞങ്ങൾ ഇത് പുനഃസ്ഥാപിക്കാൻ തയ്യാറല്ല, കാരണം ഞങ്ങൾക്ക് ഇനി ആ റേറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പുതിയ കൊട്ടേഷൻ വിളിച്ചപ്പോൾ 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ 6 രൂപ 80 പൈസയ്ക്ക് തരാം എന്നാണ് അദാനി കമ്പനിയുടെ ഓഫർ. മനസ്സിലായിക്കൊള്ളാം. 4 രൂപ 29 പൈസയ്ക്ക് 25 കൊല്ലത്തേക്ക് കിട്ടേണ്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ 6 രൂപ 80 പൈസയ്ക്ക് തരാമെന്ന് ഓഫർ. ഇപ്പോൾ എന്താണ്, ഈ കരാർ പുനഃസ്ഥാപിക്കാൻ സമ്മതിക്കുന്നില്ല ആ കമ്പനികൾ. അതേ അവസരത്തിൽ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ പോയപ്പോൾ അപ്പലേറ്റ് ട്രൈബ്യൂണലും ഇത് പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ബലത്തിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങിക്കാൻ ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിലെടുത്ത തീരുമാനം മുഴുവൻ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയും ഇതുവരെ അതുകൊണ്ട് മാത്രം ഈ തീരുമാനം കൊണ്ട് മാത്രം 2000-ലധികം കോടി രൂപ വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടായിരിക്കുകയാണ്. ഈ നഷ്ടം മുഴുവൻ ഇപ്പൊ തന്നെ ഒരു കൊല്ലത്തിനിടയിൽ 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും സാധാരണക്കാരന്റെ തലയിലേക്ക് ഇത് കെട്ടിവെച്ച് ഇവരുണ്ടാക്കിയ അഴിമതി കൊള്ളാണത്. കോടികൾ വൈദ്യുതി മന്ത്രിയെ ഇരുട്ടിൽ നിർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്താണ് ഇതിന്റെ ഏർപ്പാടുകളെല്ലാം. ഇപ്പൊ അവർ പറയുന്നത് അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്ററി കമ്മീഷൻ അല്ലേ എന്നാണ്. നല്ല ചോദ്യമാണ്. ആരാ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ? ചെയർമാന് പുറമെ 2 അംഗങ്ങളുണ്ട്. വൈദ്യുതി ബോർഡിൽ നേരത്തെ ഇടതുപക്ഷ ഓഫീസേഴ്സ് സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ഒരംഗം, ഇടതുപക്ഷ ഓഫീസർ CPM അനുകൂല ഓഫീസർമാരുടെ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ഒരാൾ. രണ്ടാമത്തെ ആള് MM മണി വൈദ്യുതി മന്ത്രിയായിരുന്ന PA ആയിരുന്ന ആൾ. ഇവർ രണ്ടുപേരുമാണ് റെഗുലേറ്ററി കമ്മീഷൻ. ആ റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഈ കരാർ റദ്ദാക്കോ? ഇനി സർക്കാരിന് മീതെയാണ് റെഗുലേറ്ററി കമ്മീഷൻ എന്ന് വാദത്തിന് സമ്മതിച്ചാൽ 6 മാസം കഴിഞ്ഞപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്തിനാണ് കരാർ പുനഃസ്ഥാപിക്കാൻ പറഞ്ഞത്? അപ്പോൾ സർക്കാർ പറഞ്ഞാൽ കേൾക്കും റെഗുലേറ്ററി കമ്മീഷൻ. ഇത് സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും എല്ലാവരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് പുറത്തുനിന്നുള്ള വൈദ്യുതി മേടിക്കാൻ. അപ്പം മനസ്സിലായിക്കൊള്ളാം, 4 രൂപ 29 പൈസയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി 8 രൂപ മുതൽ 12 രൂപ വരെ ഒരു യൂണിറ്റിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. 2000-ലധികം കോടി രൂപയുടെ നഷ്ടം. ഈ നഷ്ടം ആരാണ് ഉത്തരവാദി? ഈ നഷ്ടം മുഴുവൻ കെട്ടിവെക്കാൻ പോകുന്നത് പാവപ്പെട്ട ഉപഭോക്താക്കളുടെ തലയിലേക്കാണ്. ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. ഞങ്ങൾ ഉപഭോക്താക്കളുടെ കൂടെ നിന്ന് ഈ അഴിമതിക്കെതിരെ, ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരായിട്ട് ഞങ്ങൾ പോരാടും. ഇത് ഞെട്ടിക്കുന്ന കാര്യമാണ് സംഭവം നടന്നിരിക്കുന്നത്. ഒരു കരാറുണ്ടാക്കി 25 കൊല്ലത്തേക്ക് കരാറുണ്ടാക്കി 2 ഗവൺമെന്റും അത് പിന്തുടർന്ന് 9 കൊല്ലത്തിന് ശേഷം അത് റദ്ദാക്കിയതിന് ശേഷം ഉണ്ടായിരിക്കുന്ന കോടികളുടെ നഷ്ടത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് വിധി എഴുതട്ടെ. ഇതിനകത്ത് അടിയന്തരമായ തീരുമാനം ഉണ്ടാകണം. ഒരു കാരണവശാലും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല.